ഇങ്ങോട്ട് നീങ്ങിക്കിടക്കടി എരണം കെട്ടവളെ. പച്ചത്തെറിയുടെ അകമ്പടിയോടെ മധുവിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് സുന്ദരി ഞെട്ടി. സുന്ദരിയുടെയും മധുവിൻ്റെയും ആദ്യ രാത്രിയായിരുന്നു അന്ന്. കറുത്ത് കരിവീട്ടി പോലെ ഇരിക്കുന്ന സുന്ദരിക്ക് കല്യാണം നടക്കാതെ വന്നപ്പോൾ അയൽ ഗ്രാമത്തിൽ നിന്നും വന്ന മധുവിൻ്റെ ആലോചന ഒന്നും ആലോചിക്കാതെ സുന്ദരിയുടെ അച്ഛൻ നടത്തി. സ്ത്രീധനം മോഹിച്ചാണ് മധു സുന്ദരിയെ കല്യാണം കഴിച്ചത്. ജപ്തിയുടെ വക്കിലിരിക്കുന്ന അവരുടെ വീട് രക്ഷിക്കാൻ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. തന്നെ ഒട്ടും ഇഷ്ടമല്ലാതെയാണ് മധു കെട്ടുന്നത് എന്ന് സുന്ദരിക്ക് അറിയാമായിരുന്നു. പക്ഷെ വീട്ടുകാരെ അനുസരിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. മധുവിൻ്റെയും സുന്ദരിയുടെയും ആദ്യ രാത്രിയാണ് ഇന്ന്. മധു പക്ഷെ കുടിച്ചിട്ടാണ് വന്നതെന്നറിഞ്ഞതും അവൾക്ക് ഭയമായി. കാരണം സുന്ദരിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടൻ കുടിച്ചിട്ട് വന്ന് ഭാര്യയെ തല്ലുന്നതും ലൈംഗികമായി ഉപദ്രവിക്കുന്നതുമൊക്കെ അയൽപക്കത്തെ ചേച്ചി സുന്ദരിയോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ കുടിയും വലിയുമില്ലാത്ത ഒരാളെ മാത്രം മതിയെന്ന് മാത്രമേ സുന്ദരി പറഞ്ഞിരുന്നുള്ളൂ. സുന്ദരി കാരണം അവരുടെ താഴെയുള്ളവരുടെ കല്യാണം നടക്കാതിരുന്നത് കൊണ്ട് കുടിയും വലിയും ഉള്ളവനാണെന്നറിഞ്ഞിട്ടും സുന്ദരിയുടെ അച്ഛൻ അവളെ മധുവിനെ കെട്ടിച്ചു കൊടുത്ത് ഭാരം ഒഴിവാക്കുകയായിരുന്നു. കുടിച്ചിട്ട് വന്ന മധു കട്ടിലിൻ്റെ അരികിൽ പേടിച്ച് വിറച്ചു കിടക്കുന്ന സുന്ദരിയെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിച്ചു. മധുവേട്ടാ വേണ്ട, എനിക്ക് പേടിയാ, എന്നെ ഒന്നും ചെയ്യല്ലേ. സുന്ദരി പേടിച്ച് കരഞ്ഞു. മിണ്ടാതെ അടങ്ങി കിടക്കടി. മദ്യത്തിൻ്റെ മണം എനിക്ക് അറപ്പാണ്. കുടിച്ചിട്ട് വരുന്നത് കണ്ടാലേ എനിക്ക് പേടിയാകും. നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഇന്ന്. ഇന്നെങ്കിലും മധുവേട്ടന് കുടിക്കാതിരുന്നു കൂടായിരുന്നോ? കുടിയും വലിയൊക്കെ മധു പണ്ടേ തുടങ്ങിയത് തന്നെയാ. എന്നെ ഉപദേശിക്കാൻ നീ വരണ്ട കേട്ടോടി. കുടിച്ചിട്ട് എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ തൊടാൻ എനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ട. കറുത്ത് തടിച്ച് പോത്തിനെ പോലെ ഇരിക്കുന്ന നിന്നെ കണ്ടാ എനിക്കൊരു വികാരവും തോന്നില്ല. കുടിച്ചിട്ട് വന്നിട്ട് തന്നെ നിന്റെ ഈ കറുത്ത മോന്ത കാണുമ്പോൾ എനിക്ക് അറപ്പാണ് തോന്നുന്നത്. ചുമ്മാതല്ലടി, 28 വയസ്സായിട്ട് നീ കെട്ടാച്ചരക്കായി നിന്നു പോയത്. നിന്റെ മോന്ത കണ്ടാൽ ഒരുത്തനും കെട്ടാൻ തോന്നില്ല. ഭർത്താവിൻ്റെ അധിക്ഷേപം കേട്ട് സുന്ദരിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ കാണുന്നത് നിങ്ങൾക്ക് വെറുപ്പാണ്. പക്ഷെ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന കാശിനോട് നിങ്ങൾക്കൊരു വെറുപ്പുമില്ലായിരുന്നല്ലോ. സ്ത്രീധനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. അതേടി, സ്ത്രീധനം കിട്ടാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. കുറച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യും. അല്ലാതെ ജീവിതകാലം മുഴുവനും കറുത്ത് പോത്തിനെ പോലെയുള്ള നിന്നെ ആരെങ്കിലും ചുമലിലെടുത്തോണ്ട് നടക്കുവോ? ഭർത്താവിൻ്റെ മനസ്സിലിരിപ്പ് കേട്ടതും സുന്ദരിക്ക് ഹൃദയം വേദനിച്ചു. എന്നാലും ആരാടി നിനക്ക് സുന്ദരി എന്ന് പേരിട്ടത്? എൻ്റെ കൂട്ടുകാർ വരെ എന്നെ കളിയാക്കുകയാണ്. ഒരു സുന്ദരിക്കോത വന്നിരിക്കുന്നു. ഥൂ! മധു കാർക്കിച്ചു തുപ്പി. അവൻ്റെ അപമാനങ്ങൾ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിന്റെ ഈ കറുത്ത് തടിച്ച ശരീരത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാനും കൂടി കാണട്ടെ. മുഖത്തിനോ ഭംഗിയില്ല. നിന്റെ ശരീരത്തിനെങ്കിലും അതുണ്ടോ എന്ന് ഞാനൊന്ന് അറിയട്ടെ. മധു അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു. വേണ്ട മധുവേട്ടാ, കുടിച്ചിട്ട് എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സത്യമായിട്ട് നിലവിളിക്കും. സുന്ദരി ഭീഷണിയോടെ പറഞ്ഞു. ഹോ, നീ അത്രയ്ക്കൊക്കെ ആയോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. മധു അവളെ വായിൽ കുറച്ച് തുണി തിരുകി കട്ടിലിൽ പിടിച്ച് കെട്ടിയിട്ടു. ഇനി നീ നിലവിളിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും നിന്റെ ശരീരഭംഗി ഞാനൊന്ന് ആസ്വദിക്കട്ടെ. ഒരാൾക്കും വേണ്ടാത്ത നിന്റെ വീട്ടിൽ ക്ലാവ് പിടിച്ച് കിടന്ന നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നില്ലേ? ഇനി നിന്റെ ശരീരവും എനിക്ക് സ്വന്തമാണ്. 35 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് മധു പല പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിന്നെപ്പോലെ കറുത്ത് തടിച്ച ഒരു പെണ്ണിനെ മധു തൊട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ സാരി അഴിച്ചു. ബ്ലൗസും അഴിച്ച് അടിവസ്ത്രങ്ങളിൽ തനിക്ക് മുന്നിൽ കിടക്കുന്നവളെ വെറുപ്പോടെയാണ് മധു നോക്കിയത്. ആ സ്ഥാനത്ത് മറ്റു വല്ല വെളുത്ത് തുടുത്ത പെണ്ണുങ്ങളോ ആയിരുന്നെങ്കിൽ തൻ്റെ കൺട്രോൾ പോകുമായിരുന്നുവെന്ന് മധു ഓർത്തു. സുന്ദരിയുടെ ശരീരത്തിൽ ശേഷിച്ച വസ്ത്രങ്ങൾ കൂടി അവൻ അഴിച്ചു മാറ്റി. തനിക്ക് മുന്നിൽ പൂർണ്ണ നഗ്നിയായി കിടക്കുന്നവളുടെ കറുത്ത ശരീരത്തെ മധു തുറച്ചു നോക്കി. കറുത്തിട്ടാണെങ്കിലും അങ്കലാവണ്യത്തിനൊന്നും ഒരു കുറവും ഇല്ല എന്ന് അവൻ ചിന്തിച്ചു. നിനക്ക് കുറച്ച് നിറവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അനുഭവിച്ചിട്ട് ഞാൻ ഉപേക്ഷിച്ച് കളയില്ലായിരുന്നു. ഇങ്ങനെ നിന്നെ കാണാൻ ഇത്ര സൗന്ദര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളുടെ ശരീരം അമർത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. സുന്ദരിക്ക് അതികഠിനമായ വെറുപ്പ് തോന്നി. തന്നെ ഇങ്ങനെ ഒരു വൃത്തികെട്ടവന് കെട്ടിച്ചു കൊടുത്ത അച്ഛനോടും അമ്മയോടും വെറുപ്പ് തോന്നി. പെണ്ണ് കാണാൻ വന്നപ്പോൾ പോലും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മൃഗം ഉണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല. ഇവിടെയുള്ള തൻ്റെ ജീവിതം ദുസ്സഹമായിരിക്കുമെന്ന് ആദ്യ രാത്രി തന്നെ അവൾ തിരിച്ചറിയുകയായിരുന്നു. പോരാത്തതിന് മധുവിൻ്റെ 2ാം കെട്ട് കൂടിയാണ് അത് എന്ന് അവൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് അവൾ അറിയുന്നത്. തൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് നേരത്തെ അറിയാമായിരുന്നു എന്ന തിരിച്ചറിവും അവളെ തളർത്തിയിരുന്നു. കറുത്ത പോത്തിനെ പോലെ ഇരിക്കുന്ന താൻ എല്ലാവർക്കും ഒരു ഭാരമായിരുന്നു എന്ന് വേദനയോടെ അവൾ മനസ്സിലാക്കിയത് അന്നാണ്. സ്വന്തം മകളല്ലേ എന്നൊരു പരിഗണന പോലും അവർ തരാതെ അറവുമാടിനെ വെട്ടാൻ കൊടുക്കുന്ന പോലെയാണല്ലോ ഈ കല്യാണം കഴിപ്പിച്ചു വിട്ടതെന്ന് അവൾ ചിന്തിച്ചു. തന്നെ കെട്ടിക്കൊണ്ടു വന്നവനും വേണ്ടത് തൻ്റെ അച്ഛൻ തനിക്ക് തരുന്ന സ്ത്രീധനത്തുക മാത്രമായിരുന്നു.
കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ അച്ഛൻ രഹസ്യമായി കുറച്ച് നോട്ടുകെട്ടുകൾ മധുവിന് കൊടുക്കുന്നത് അവൾ കണ്ടിരുന്നു. തനിക്കിട്ട 50 പവന്റെ സ്ത്രീധനത്തിന് പുറമെയാണ് ആ പൈസ കൂടി കൊടുത്തത്. ഇത്രയും കൊടുത്ത് തന്നെ കെട്ടിച്ചത് തന്നെ ഭാരം ഒഴിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടോ ഇയാൾ തൻ്റെ സ്വത്തും പണവും എല്ലാം തട്ടിയെടുത്തിട്ട് അധികം വൈകാതെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്തായാലും മനസ്സിൽ അവൻ്റെ മനസ്സിലിരിപ്പ് അറിയാൻ കഴിഞ്ഞത് നന്നായി എന്ന് സുന്ദരി ചിന്തിച്ചു. താൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവൾക്കറിയാം. സുന്ദരിയുടെ 2 കൈകളും കട്ടിലിൻ്റെ കാൽക്കൽ കെട്ടിവെച്ചിരിക്കുകയാണ് മധു. വായിലും തുണി തിരികെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാലുകൾ മാത്രമാണ് സ്വതന്ത്രമായുള്ളത്. തന്നെ ഇത്രത്തോളം അപമാനിച്ചവന് മുന്നിൽ കീഴ്പ്പെട്ടു പോകാൻ പാടില്ലെന്ന് സുന്ദരി ഓർത്തു. മദ്യലഹരിയിൽ മധു സുന്ദരിയുടെ ശരീരത്തിലേക്ക് അമർന്നു. അവളുടെ ശരീരത്തിൽ അവൻ എന്തിനോ വേണ്ടി അലഞ്ഞു. സുന്ദരിക്ക് നല്ല വേദന തോന്നി. അവൻ്റെ പല്ലുകൾ അവളുടെ ശരീരത്തിൽ പലയിടത്തും ക്ഷതങ്ങൾ ഏൽപ്പിച്ചു. സുന്ദരി അവനെ പ്രതിരോധിക്കാനായി മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. അവളിലെ പെണ്ണിലേക്ക് ഉയർന്നു താഴാനായി തയ്യാറെടുത്തു വന്ന മധുവിൻ്റെ അടിനാഭി നോക്കി സുന്ദരി കാലുകൾ കൊണ്ട് ശക്തിയായി തുഴച്ചു. അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചവിട്ടിൽ ഒരു നിലവിളിയോടെ മധു പിന്നോട്ടിരുന്നു പോയി. അവനൊന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. മർമ്മസ്ഥാനത്തേറ്റ അടിയിൽ മധു നിലത്തേക്ക് കുഴഞ്ഞിരുന്നു പോയി. തൻ്റെ കൈകളിലെ കെട്ടുകൾക്ക് വലിയ മുറുക്കമില്ലാതിരുന്നതിനാൽ അവൾ വേഗം അത് അഴിച്ചു മാറ്റി. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന തൻ്റെ ബാഗിൽ നിന്നും മറ്റൊരു വസ്ത്രം എടുത്ത് ധരിച്ചതിനു ശേഷം സുന്ദരി മധുവിനെ നോക്കി. അവൻ അപ്പോഴും വേദന കൊണ്ട് ഞരങ്ങുകയായിരുന്നു. അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശക്തിയോ നിലവിളിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. സുന്ദരി അലമാര തുറന്ന് അച്ഛൻ അവന് കൊടുത്ത കാശും തൻ്റെ ആഭരണങ്ങളും എടുത്ത് ആ രാത്രി തന്നെ ആ വീട്ടിലെ മറ്റാരും കാണാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടുപോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.